റഷ്യയിൽ പുതിയ 2 കോൺസുലേറ്റുകൾ സ്ഥാപിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മോസ്കോയിലെ ഭാരതീയരുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു അദ്ദേഹം. 10 വർഷത്തെ ഇന്ത്യ ഭരണത്തിൽ ലക്ഷക്കണക്കിന് സ്റ്റാർട്ടപ്പുകൾ ഉണ്ടായി. ഇന്ന് രാജ്യം ആത്മവിശ്വാസത്തോടെ മുന്നേറുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഐസൻ ജോസ് വിവരങ്ങളുമായി ചേർന്നു. ഐസൻ, ഭാരതീയരുമായി സംവദിച്ച പ്രധാനമന്ത്രി വ്യക്തമാക്കിയത് എന്തൊക്കെയാണ്? തീർച്ചയായും വീണ, ഭാരതീയരുമായുള്ള കൂടിക്കാഴ്ചയിൽ നിരവധി കാര്യങ്ങൾ, ഭാരതത്തിൻ്റെ നേട്ടങ്ങളാണ് പ്രധാനമന്ത്രി പ്രധാനമായും പരാമർശിച്ചത്. അതിൽ ചന്ദ്രയാൻ കടന്നു വന്നു, അതുപോലെ തന്നെ ഭാരതത്തിൻ്റെ സ്റ്റാർട്ടപ്പ് രംഗത്തെ വൻ മുന്നേറ്റം കടന്നു വന്നു. അത്തരത്തിലുള്ള വിവിധങ്ങളായ വിഷയങ്ങൾ, അത് നമുക്ക് ലഖ്പതി ദീദി തുടങ്ങിയ സ്ത്രീ ശാക്തീകരണ വിഷയങ്ങളെല്ലാം തന്നെ അക്കാര്യത്തിൽ കടന്നു വരികയും ചെയ്തു. നിരവധിയായ വിഷയങ്ങൾ ഇത്തരത്തിൽ പ്രധാനമന്ത്രി കൃത്യമായി പറയുക തന്നെ ചെയ്തു. ഇതിലേറെ ഗൗരവതരമായൊരു വിഷയം, ലോകത്തിൻ്റെ പുരോഗതിക്കായി ഭാരതം ചേർന്ന് പ്രവർത്തിക്കുന്നു എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഭാരതം വിശ്വഗുരുവായി മുന്നേറുന്നു എന്നതിലേക്കുള്ള ആ ഒരു ആശയത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്നൊരു യാഥാർത്ഥ്യം തന്നെയാണ്. മാത്രമല്ല, ഭാരതവും റഷ്യയുമായുള്ള ബന്ധത്തെ വളരെ കൃത്യമായി അദ്ദേഹം നിർവചിക്കുകയും ചെയ്തു. ഭാരതത്തിൻ്റെ സുഖത്തിലും ദുഃഖത്തിലും കൂട്ടാളിയായ ഒരു രാജ്യമാണ് റഷ്യ. അതുകൊണ്ട് തന്നെ റഷ്യയുമായുള്ള സൗഹൃദം വളരെ ശക്തമായി തുടരേണ്ടത് അനിവാര്യമാണ് എന്ന നിലപാട് വളരെ കൃത്യമായി പ്രധാനമന്ത്രി അറിയിക്കുകയും ചെയ്തു. ഭാരതത്തിൻ്റെ മുന്നേറ്റങ്ങൾ തന്നെയാണ് പ്രധാനമന്ത്രി വളരെ കൃത്യമായി അവരോട് പറഞ്ഞത്. 2014 മുമ്പ് നിരാശയുടെ പടുകുഴിയിലായിരുന്ന ഭാരതം ഇന്ന് പ്രതീക്ഷയോടെ മുന്നേറുകയാണ്. ഭാരതത്തിൻ്റെ 140 കോടി ജനങ്ങളും ഒന്നൊന്നായി ഒത്തുചേർന്ന് പ്രവർത്തിച്ച് ഈ ലക്ഷ്യം നേടുന്നതിനുള്ള മുന്നേറ്റം നടത്തുകയാണ് എന്നാണ് അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞത്. സ്വപ്നം കാണാനും സ്വപ്നങ്ങൾക്കനുസരിച്ച് ചിന്തിക്കാനും അതിനനുസരിച്ച് പ്രയത്നിക്കാനും ഓരോ ഭാരതീയനും പഠിച്ച 10 വർഷങ്ങളാണ് കഴിഞ്ഞു പോയത്. മാത്രമല്ല, അല്പം രാഷ്ട്രീയ കാര്യങ്ങൾ കൂടി അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. 4 സംസ്ഥാനങ്ങളിലേക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നടന്ന തെരഞ്ഞെടുപ്പിൽ 4 സംസ്ഥാനങ്ങളിലും മികച്ച മുന്നേറ്റം നടത്താൻ BJPക്കായി. അത്തരത്തിലുള്ള നിരവധിയായ കാര്യങ്ങൾ, പ്രതീക്ഷാ നിർഭരമായ ഒരു ഭാരതത്തെ കെട്ടിപ്പടുക്കുന്നതിനുള്ള 10 വർഷമാണ് കടന്നുപോയത്. ആ കടന്നുപോയ 10 വർഷം വളരെ ശക്തമായും കാര്യക്ഷമമായും പ്രയോജനപ്പെടുത്താൻ സർക്കാരിന് സാധിച്ചതിൻ്റെ ഒരു റിസൾട്ട് കൂടിയാണ് 3ാം തവണയും അധികാരത്തിലെത്തിയത്. പ്രധാനമന്ത്രി പ്രസംഗം ആരംഭിച്ചത് തന്നെ ഇന്ന് 9ാം തീയതിയാണ്. അധികാരത്തിലെത്തി ഒരു മാസം തികയുന്ന ദിവസമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അത്തരത്തിൽ 3ാമതും അധികാരത്തിലെത്തി. 3ാമതും NDA സർക്കാർ തിരഞ്ഞെടുക്കപ്പെട്ട് അത് ചുമതല ഏറ്റെടുത്തതിൻ്റെ 1ാം മാസമാണ് എന്നും വളരെ കൃത്യമായി അദ്ദേഹം പറയുകയുണ്ടായി. നമുക്കറിയാവുന്നതാണ്, ഇന്നലെ രാത്രി നടന്ന ചർച്ചകളിലെല്ലാം തന്നെ ഭാരതീയരായ റഷ്യൻ സൈന്യത്തിൽ കുടുങ്ങിപ്പോയ ആളുകളുടെ മോചനത്തിനുള്ള ധാരണ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ചയിൽ ഉറപ്പാക്കുകയും അദ്ദേഹം ചെയ്തിരുന്നു. നയതന്ത്ര തലത്തിലേറെ മുന്നേറിയ ഒരു ദിവസം കൂടിയായിരുന്നു കഴിഞ്ഞ ദിവസവും അതുപോലെ തന്നെ ഇന്നും. ഇനി തുടർ ചർച്ചകൾ, അതായത് റഷ്യൻ ഫെഡറേഷൻ യോഗം ഉൾപ്പെടെ നടക്കാനുണ്ട്. മാത്രമല്ല, അതിനൊപ്പം മറ്റു ചില ദേശീയ നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയും നടക്കുമെന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. മറ്റൊരു പ്രധാന വിഷയം, ഏറെ രസം തോന്നുന്ന ഒരു വിഷയം, ഒരു ഹിന്ദി പാട്ട്, എൻ്റെ തൊപ്പി ചുവന്ന തൊപ്പിയാണ്, അത് റഷ്യയിൽ നിന്നാണ് എന്ന് രാജ്കുമാർ പാടി അഭിനയിക്കുന്ന ആ പാട്ട് കൂടി പരാമർശിച്ച് അതുകൂടി ജനങ്ങളുമായി അല്ലെങ്കിൽ കൂടി വന്നവരുമായി സംവദിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. അത്തരത്തിൽ ഭാരതത്തിൻ്റെ ആത്മാവിൽ ഉൾക്കൊള്ളുന്ന ഒരു രാജ്യമാണ് റഷ്യ. അതുകൊണ്ട് തന്നെ റഷ്യ വോൾഗ ഗംഗ സാംസ്കാരിക സമന്വയ പദ്ധതി, ഇതെല്ലാം തന്നെ അദ്ദേഹം ഇന്ന് പ്രസംഗത്തിൽ പരാമർശിക്കുകയുണ്ടായി. ഓക്കെ, ശരി ഐസൻ.